എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു വിഷുക്കാലം കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യത്തെ 2026 വിഷു ദാർസലാമിലാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഈ ദാർസലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ പച്ചക്കറികളും കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് പച്ചക്കറികളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വിഷു ആഘോഷിക്കാൻ സത്യം പറഞ്ഞാൽ ദാർസലാമിൽ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം വന്ന് എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു. എന്നിട്ട് സദ്യ ഒരുക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കിസൂട്ടു മാർക്കറ്റിൽ വന്നാണ് മേടിക്കണേ. അപ്പോൾ അടുത്തത് കിസൂട്ടു മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സും അതേപോലെ തന്നെ പലചരക്ക് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി മാർക്കറ്റാണ്. തലേ ദിവസം തന്നെ വിഷുക്കണിക്കുള്ള എല്ലാനും ഒരുക്കി. കണി കാണാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണിക്കൊന്ന നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കത് പറിക്കണം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം കണിക്കൊന്ന ഇല്ലാത്ത കാരണം എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കണിക്കൊന്നയാണ് കേട്ടോ ഇത്. ഇതിൽ യെല്ലോ കളറിലെ ഈ ബാഗ് ഉണ്ടല്ലോ, തുണീൻ്റെ ബാഗ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. തുണീൻ്റെ ബാഗ് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയെടുത്തു. പിന്നെ ഇതിൻ്റെ ഓരോ തണ്ടുകളും മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ, വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ, ആ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ നീണ്ട് കിടക്കണ പോലെ ആക്കിയെടുത്തേക്കണെയാണ്. പിന്നെ ടേപ്പ്, ഇത് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ തണ്ട് ഇങ്ങനെ ചുറ്റാനെടുക്കുന്ന ടൈപ്പ് ടേപ്പാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാനത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണിക്കൊന്ന കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് ഈ കൊല്ലം യൂസ് ചെയ്യാൻ പറ്റി. ഈ കണിക്കൊന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കണിക്കൊന്നാന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി കണിക്കൊന്ന എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളൊരു ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യാം. ഇല ഞാൻ സംഘടിപ്പിച്ചു. ഇല സെക്യൂരിറ്റീനോട് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി എവിടെ നിന്നോ മൊത്തം ഒരു ഇല, ഇങ്ങനെ കുറേ ഇലകൾ വെട്ടിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ നമുക്ക് സദ്യ ഉണ്ണാനുള്ള ഇലയും റെഡിയായി, കറികളും ഒക്കെ റെഡിയായി. ഇഞ്ചിക്കറിയും അച്ചാറും ഏത്തക്ക പച്ചടിയും അവിയലും സാമ്പാറും കാളനും ഒക്കെ ആയിരുന്നു കേട്ടോ വിഭവം. പിന്നെ പായസം പരിപ്പ് പായസമാണ്. ലാലേട്ടന് പരിപ്പ് പായസമാണ് ഇഷ്ടം. അപ്പോൾ ഈ പ്രാവശ്യം പരിപ്പ് പായസം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിച്ചു. പിന്നെ ധാരായപ്പ ഡിവോട്ടീസും നടക്കുന്ന വിഷു ആഘോഷത്തിൽ പങ്കെടുത്തു. നല്ല മനോഹരമായ ഒരു വിഷുക്കണിയായിരുന്നു ധാരായപ്പ ഡിവോട്ടീസ് ഒരുക്കിയിരുന്നത്. എല്ലാ കൊല്ലവും ധാരയ്യപ്പ ഡിവോട്ടിയാണ് വിഷു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു സെലിബ്രേഷനിൽ രാവിലെ മുതൽ ഭജനയായിരുന്നു. ഭജന കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞിട്ട് നല്ല നാടൻ സദ്യയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ദാർസലാമിൽ വിഷു ആഘോഷിച്ചു. ഇനി അവസാനമായിട്ട് ആലിക്കുട്ടീൻ്റെ വിഷു നൃത്തമാണ്. വിഷുവിന് ആലിക്കുട്ടി തന്നെ വീഡിയോ യൂട്യൂബിൽ നോക്കി കണ്ട് പഠിച്ച ഒരു ഡാൻസാണ്. സ്വന്തമായിട്ട് പറ്റാവുന്ന കഴിവിൽ സ്വന്തമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് കളിക്കുന്ന ഡാൻസാണ്.
ഉം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.